Hello friends, welcome back to Stop Loss. It's me Ansar. ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയതുകൊണ്ട് വേറൊരു പുതിയ ഇൻട്രൊഡക്ഷൻ ഒന്നും ഇല്ലാണ്ട് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ഡബിൾ ബോട്ടും ഡബിൾ ടോപ്പുമാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ട്രിപ്പിൾ ബോട്ടം ട്രിപ്പിൾ ടോപ്പ്. അപ്പോൾ ഈ ഡബിൾ ബോട്ടം ഡബിൾ ടോപ്പിലൊക്കെ രണ്ട് ടോപ്പ് വന്നിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ രണ്ട് ബോട്ടം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ട്രിപ്പിൾ ബോട്ടം എന്ന് പറയുമ്പോൾ എന്താണ്, ഈ സിമ്പിളാണ്. 3 ബോട്ടം വരും അല്ലെങ്കിൽ 3 ടോപ്പ് വരും. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മളിപ്പോൾ ഫസ്റ്റ് ട്രിപ്പിൾ ടോപ്പ് നോക്കാം. ട്രിപ്പിൾ ടോപ്പ് ക്ലിക്ക് ചെയ്തു. ഇവിടെ ഇന്ത്യ BSE സെലക്ട് ചെയ്തു. എന്നിട്ട് ഇവിടെ ചാർട്ട്സ് ഓപ്പൺ ആക്കി. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കുറേ ചാർട്ട്സ് കാണാം. അപ്പോൾ ഇതിൽ ഇവിടെ ഇത് കണ്ടില്ലേ, ഹാവൽസ് ഇന്ത്യ. നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾ നേരെ investing.com പോയിട്ട് അവിടെ ആ ഒരു കമ്പനീൻ്റെ പേരിടിക്കുക, ഹാവൽസ് ഇന്ത്യ ലിമിറ്റഡ്. ഓക്കെ, അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടെക്നിക്കൽ ചാർട്ട് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നിങ്ങളത് ഫുൾ സ്ക്രീൻ ആക്കുക. ഇവിടെ ക്യാൻഡിൽ സ്റ്റിക്ക് ഓപ്പൺ ചെയ്യുക. ഓക്കെ, ചാർട്ട് കിട്ടില്ലേ. ഇപ്പോൾ ഇവിടെ കുറച്ചൊന്ന് സൂം ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു ട്രിപ്പിൾ ഇവിടെ നമുക്കൊരു ട്രിപ്പിൾ ടോപ്പ് കാണാൻ പറ്റും. ഇവിടെ അതായത് മാർക്കറ്റ് ഇങ്ങനെ വരികയായിരുന്നു. ഇവിടെ ഇറങ്ങി ഇവിടെ ഒരു ടോപ്പ് കിട്ടി, പിന്നെ വീണ്ടും ഇവിടെ ഒരു ടോപ്പ് കിട്ടി, ഇവിടെ ഒരു ടോപ്പ് കിട്ടി. അപ്പം നമുക്കിവിടെ ഒരു 1 2 3 ടോപ്പ് കിട്ടി. ഇവിടെ ഒരു സപ്പോർട്ടും കിട്ടി. അപ്പോൾ ഇതാണ് ട്രിപ്പിൾ ടോപ്പ്. അപ്പോൾ നമുക്കത് ലൈൻ എടുത്തിട്ട് ഒന്ന് വരച്ച് നോക്കാം. ഇവിടെ പോയിട്ട് ഹൊറിസോണ്ടൽ ലൈൻ എടുക്കുക. ഇവിടെ ഒന്ന് കളർ മാറ്റുക. ഇവിടെ തിക്നെസ് ഒന്ന് കൂട്ടി വെക്കുക. ഇവിടെ 1 2 3 ടോപ്പ് കിട്ടിയില്ലേ, ആ ടോപ്പിൽ കൊണ്ടുപോയിട്ട് ക്ലിക്ക് ചെയ്യാം. പിന്നെ നമുക്ക് എന്താ വേണ്ടേ, ഒരു ബോട്ടം ലൈൻ വേണമല്ലേ, സപ്പോർട്ട്. അത് ഇവിടെയും കിട്ടി. ഹൊറിസോണ്ടൽ ലൈൻ ഇവിടെ സപ്പോർട്ട് കിട്ടി. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്, ഇവിടെ മാർക്കറ്റ് ഇങ്ങനെ കയറി വരുമായിരുന്നു. എന്നിട്ട് ഇറങ്ങി ഇവിടെ 1 2 3 ഇങ്ങനെ കിട്ടിയില്ലേ. ഇങ്ങനെ കിട്ടിക്കഴിയുമ്പോൾ ഇവിടുന്ന് ഈ ലൈൻ ഇവിടുന്ന് ബ്രേക്ക് ഔട്ട് ചെയ്യുമ്പോൾ ഈ ഒരു ലൈൻ ബ്രേക്ക് ഔട്ട് ചെയ്തപ്പോൾ താഴേക്ക് പോയി. ഓക്കെ, ഇതാണ് ട്രിപ്പിൾ ടോപ്പ്. അപ്പോൾ നമുക്കിതിൻ്റെ എത്ര താഴേക്ക് പോകുന്നു നമുക്ക് ഇവിടുന്ന് നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ പ്രൈസ് റേഞ്ച്, അതായത് ഈ ഒരു ഡിസ്റ്റൻസ് കണ്ടല്ലേ, ഒരു 127. അത് നമുക്ക് എന്തായാലും ഇങ്ങോട്ടേക്ക് താഴേക്ക് നമുക്ക് ഊഹിക്കാം. കണ്ടോ, 120 ആ റേഞ്ച് കഴിഞ്ഞ് പിന്നെയും വീണ്ടും താഴേക്ക് പോയിട്ടുണ്ട്. എന്നിട്ട് പിന്നെ അവിടെ നിന്ന് തിരിച്ച് കയറുക ചെയ്തു. ഓക്കെ, ഇതാണ് ട്രിപ്പിൾ ടോപ്പ്. അപ്പോൾ അടുത്തത് ട്രിപ്പിൾ ബോട്ടം എന്താണെന്ന് നോക്കാം. അപ്പോൾ എന്തായിരിക്കും ട്രിപ്പിൾ ബോട്ടം, ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, അതായത് 3 ബോട്ടം കിട്ടും. അപ്പോൾ നമുക്കത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ട്രിപ്പിൾ ബോട്ടം. ഓക്കെ, അതിൽ ഇവിടെ ഇന്ത്യ BSE സെലക്ട് ചെയ്യുക. അതിൽ ചാർട്ട്സ് ഓപ്പൺ ചെയ്യുക. കണ്ടോ, ഇവിടെ നിങ്ങൾക്ക് കുറേ ചാർട്ട്സ് കാണാം. ഇതിലിപ്പോൾ നമുക്ക് ഈ ഒരു ഫസ്റ്റ് ചാർട്ട് ബിൽകെയർ ലിമിറ്റഡ്, അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ബിൽകെയർ ലിമിറ്റഡ്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുന്നു, അവിടെ ടെക്നിക്കൽ ചാർട്ട് ഓപ്പൺ ചെയ്യുന്നു. അവിടെ ഫുൾ സ്ക്രീൻ ചെയ്യുന്നു. ഓക്കെ, ക്യാൻഡിൽ സ്റ്റിക്ക് ഓപ്പൺ ചെയ്യുന്നു. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കുറച്ച് പുറകിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്താ സംഭവിച്ചത്, ഇവിടെ മാർക്കറ്റ് ഇവിടുന്ന് ഇങ്ങനെ ഇറങ്ങി വന്നു, ഇവിടുന്ന് തിരിച്ചിവിടെ കയറി ഇവിടെ തട്ടി പിന്നെയും ഇറങ്ങി വന്നു, പിന്നെ ഇങ്ങനെ ഇവിടെ തട്ടി വീണ്ടും ഇവിടെ ഇറങ്ങി വന്നു, പിന്നെ തിരിച്ച് കയറി. അപ്പോൾ ഇവിടെ 1 2 3 ബോട്ടം കിട്ടിയല്ലേ, ഇവിടെ ഒരു റെസിസ്റ്റൻസും കിട്ടി. അപ്പോൾ ഇതാണ് ട്രിപ്പിൾ ബോട്ടം. നമുക്കൊന്ന് വരച്ച് നോക്കാം.
ഇവിടെ പോയിട്ട് ഈ ഹൊറിസോണ്ടൽ ലൈൻ എടുക്കുന്നു. നമുക്കത് ആ ഒരു 3 ബോട്ടത്തമ്മൽ ക്ലിക്ക് ചെയ്യാം. അവിടെ ഒന്ന് കളറ് മാറ്റുക, തിക്നെസ് കൂട്ടി കൊടുക്കുക. ഓക്കെ, 3 ബോട്ടം കിട്ടി. ഇനി നമുക്ക് എന്താ വേണ്ടേ? ഇവിടെ ഒരു റെസിസ്റ്റൻസ്, അവിടെ ആ ഒരു 3 ബോട്ടം മുട്ടുന്ന ഒരു റെസിസ്റ്റൻസ് കണ്ടോ? ഇവിടെ 1 2 3 ഇങ്ങനെ കിട്ടിയില്ലേ? അപ്പോൾ ഇങ്ങനെ വന്നാൽ എന്താ സംഭവിക്കുക? അതായത് ഇവിടുന്ന് ഇങ്ങനെ ഇറങ്ങി വന്നു, ഇവിടെ തിരിച്ചിവിടെ ഇങ്ങനെ 3 ബോട്ടം കിട്ടി. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ലൈൻ ഉണ്ടല്ലോ, ഇതെന്താണ്? പിന്നെ ഇതൊരു റെസിസ്റ്റൻസ് ആണ്. അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് കയറിപ്പോവും. അപ്പോൾ നമുക്ക് എത്ര പ്രൈസ് വരെ കയറുമെന്ന് അറിയാൻ പറ്റും. ഇവിടെ പ്രൈസ് റേഞ്ച് കൊടുക്കുക. ഈ ഒരു ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, ഇവിടുന്ന് ഈ ഒരു ഡിസ്റ്റൻസ് ഇവിടുന്ന് ഇവിടം വരെ എത്രയാണ്? ഒരു 9 റുപ്പീസ്. ആ ഒരു റേഞ്ച് ഇവിടെ കിട്ടേണ്ടതാണ്. കണ്ടോ? ഇവിടുന്ന് ആ ഒരു റേഞ്ച് കിട്ടി. പിന്നെ അത് ബ്രേക്ക് ചെയ്തപ്പോൾ പിന്നെയും കയറിപ്പോയി. ഓക്കെ, ഇതാണ് ട്രിപ്പിൾ ബോട്ടം. ഓക്കെ, ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത് ഹെഡ് ആൻഡ് ഷോൾഡേഴ്സും ഇൻവെർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡേഴ്സും. ഓക്കെ, താങ്ക് യു.